Hi all, welcome to Tagger Learning App. CBSE സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് അവരുടെ എക്സാമിന് ഓരോ ചാപ്റ്റേഴ്സ് ഫസ്റ്റ് ടേം 1 എക്സാമിന് വേണ്ടിയിട്ട് ചാപ്റ്റേഴ്സ് റിവൈസ് ചെയ്യാൻ തുടങ്ങിയിട്ട് നമ്മൾ കുറച്ച് ദിവസങ്ങളായി. മാത്സിനെ സംബന്ധിച്ചിടത്തോളം 3 ചാപ്റ്റേഴ്സ് നമ്മൾ റിവൈസ് ചെയ്ത് കഴിഞ്ഞു. ഇന്ന് ഞാൻ റിവൈസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ കോർഡിനേറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. 6 മാർക്സിന് നമുക്ക് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യേണ്ട ചാപ്റ്ററാണ് കോർഡിനേറ്റ്സ്. ചെറിയ ഒരു സിമ്പിൾ ചാപ്റ്ററാണ് ആക്ച്വലി കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത്. ഞാൻ ആദ്യം തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്, ഇത് CBSE 10th പഠിക്കുന്ന CBSE 10th പഠിക്കുന്ന ടേം 1 എക്സാമിന് നവംബറിൽ എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. സോ അത്തരം കുട്ടികളിലേക്ക് മാക്സിമം ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം ഇത് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ആദ്യമായിട്ട് കയറുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് കോർഡിനേറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലേക്ക് നമുക്ക് മൂവ് ചെയ്യാം. കോർഡിനേറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കാം. അതിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസും പുതിയ പാറ്റേൺ പ്രകാരമുള്ള അസേർഷൻ ആൻഡ് റീസൺ ടൈപ്പ് ക്വസ്റ്റ്യനും അതേപോലെ തന്നെ കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസും നമുക്ക് ട്രൈ നോക്കാം. ഓക്കെ, കോർഡിനേറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ 9th നമ്മൾ പഠിച്ചിട്ടുള്ള അല്ലെങ്കിൽ 9th ടെക്സ്റ്റിലുള്ള XY കോർഡിനേറ്റ് സിസ്റ്റത്തിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിട്ടാണ് നമ്മൾ നമ്മുടെ 10th നമുക്ക് കോർഡിനേറ്റ്സ് വരുന്നുള്ളത്. നമുക്കറിയാം, ഒരു സ്പേസിലുള്ള ഏത് ഒബ്ജക്റ്റിൻ്റെയും പൊസിഷൻ ഡിറ്റർമൈൻ ചെയ്യാൻ, പൊസിഷൻ ഫിക്സ് ചെയ്യാൻ വി ക്യാൻ യൂസ് 2 പെർപെൻഡിക്കുലർ ആക്സസ്. ദേ ആർ കോൾഡ് X ആക്സസ് ആൻഡ് Y ആക്സസ്. Okay, let it be X axis and Y axis. So we can fix the position of any position of a point or any point on this plane. So for example, here we can plot 1, 2, 3, 4, 5, etc. as the positive X axis, and this is -1, -2, -3, -4, etc. This is negative side of the X axis. So here it will be 0. In the Y axis, 1, 2, 3, 4, etc. Here this is -1, -2, -3, and etc. This is the positive side of the Y axis and this is the negative side of the Y axis. For the position of a point, here for example, consider a point here. This is a point. ഈ പോയിന്റിന്റെ പൊസിഷൻ പറയുന്ന സമയത്ത് നമ്മൾ ആദ്യം അതിൻ്റെ X ആക്സിസിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുന്നു. Okay, we can draw a perpendicular to the X axis and the number on that perpendicular meet on the X axis is 4. So here we can say that the X coordinate is 4 and consider a perpendicular to the Y axis. It meet the Y axis at 2. So its Y coordinates is taken as 2. ഈ രീതിയിലേക്കാണ് ഓരോ പോയിന്റിൻ്റെയും X കോർഡിനേറ്റും Y കോർഡിനേറ്റും നമ്മൾ ഫൈൻഡ് ചെയ്യാം. So this point coordinate represent the position of this point on this plane. So ഈ രീതിയിലേക്ക് നമുക്ക് ഏത് പോയിന്റിൻ്റെയും പൊസിഷൻ ഐഡൻറ്റിഫൈ ചെയ്യാം എന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ക്ലിയർ? ഓക്കെ, നൗ നെക്സ്റ്റ് വൺ നമുക്ക് നോക്കേണ്ടത് ഇതിലുള്ള പോയിന്റുകളുടെ പ്രത്യേകതയാണ്. We know this is the point origin or this is a 0, 0. That means the X coordinate and Y coordinate are both a 0. This is called the origin. The next one, XY coordinate system divide the plane into 4 parts. This part is called the first quadrant. This is the second quadrant. This is the third quadrant. And this is the fourth quadrant. In the first quadrant, both the X value and Y value are positive. X and Y. X positive ആണ്, Y യും positive ആണ്. In the second quadrant, X value is negative and Y value is positive. Since for a point, the X coordinate, we can draw a perpendicular to the X axis. It will meet the X axis at the negative side. X axis in the negative side ലേക്കാണ് ഇത് വരുന്നത്. അതായത് ഈ ഒരു പോയിന്റിന്റെ കോർഡിനേറ്റ് എന്ന് പറയുന്നത്, ഈ പോയിന്റിന്റെ X കോർഡിനേറ്റ് എന്ന് പറയുന്നത് നെഗറ്റീവ് നമ്പർ ആയിരിക്കും. സോ അതുകൊണ്ട് ഇതിന്റെ X കോർഡിനേറ്റ് എന്ന് പറയുന്നത് നെഗറ്റീവ് ആണെന്ന് പറയാം. And the perpendicular to the Y axis will meet the Y axis at the positive side or positive number. The Y coordinate of this point will be a positive number. So the Y coordinate will be positive. In the case of a third quadrant, both X value and Y value are negative. That means for a point on the third quadrant, consider a point like this.
the x coordinate will be negative value and y coordinate will be negative value. X ആക്സിലേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലറും y ആക്സിലേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലറും രണ്ടും മീറ്റ് ചെയ്യുന്നത് നെഗറ്റീവ് സൈഡിലേക്കാണ്. So that means both x value and y value will be negative. In the case of fourth quadrant, the x coordinate will be positive and y coordinate will be negative. That means for a point on the fourth quadrant, consider this. X coordinate പറയുമ്പോൾ ഇങ്ങോട്ടേക്കാണ് വരയ്ക്കുന്നത്, ഇവിടെ 3 ആണ്, അല്ലെങ്കിൽ പോസിറ്റീവ് x ആക്സിസിലേക്കാണ്. ഇങ്ങോട്ടേക്ക് വരയ്ക്കുമ്പോൾ ഇവിടെ നെഗറ്റീവ് സൈഡ് ഓഫ് ദി y ആക്സിസ് ആണ്. അപ്പോൾ എന്തായാലും ഒരു നെഗറ്റീവ് നമ്പർ ഉണ്ടാവുള്ളൂ y വാല്യൂ എന്ന് പറയുന്നത്. So this is the coordinate system or the sign of coordinates, xy coordinates in each quadrant. Next one, x axis ഇലുള്ള ഏത് പോയിന്റ് എടുക്കുമ്പോഴും any point on the x axis, for example this point, ഈ പോയിന്റിന്റെ കോർഡിനേറ്റ് പറയുമ്പോൾ x coordinate 2 y coordinate 0 യുമാണ്. And another point, this one, this is 1,0. This one, this is 5,0. Consider this point, this is -3,0. കാരണം x value -3 ആണ്. y value കാണാൻ നമ്മൾ y ആക്സിലേക്ക് പെർപെൻഡിക്കുലർ വരച്ചാൽ it will be our perpendicular, it will meet the y axis at 0. So the y coordinate will be 0. So generally x ആക്സിസിലുള്ള ഏത് പോയിന്റ് എടുക്കുമ്പോഴും അതിന്റെ y coordinate 0 ആയിരിക്കും, or the point is of the form x, 0. Then in the case of y axis, for any point on the y axis, look at the x coordinate. For example, for this point, the x coordinate or the perpendicular to the x axis will meet the x axis at 0. So its x coordinate will be 0, or it is of the form 0, 4. And this is 0, 2. This is 0, -3. So that means any point on the y axis is of the form 0, y. 0, y. X coordinate will be 0 and y coordinate will be with respect to the corresponding position, അല്ലെങ്കിൽ position of that point. Okay. So ഈ രീതിയിലേക്കുള്ള ഐഡിയാസ് ഒക്കെ നമ്മൾ 9th പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, 9th പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. ഓക്കെ, ഒരുപാട് കുറച്ച് കാര്യങ്ങൾ നമ്മളിവിടെ പറഞ്ഞു. 10th നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യം ദ ഡിസ്റ്റൻസ് ഫോർമുല. ദ ഫസ്റ്റ് പോയിന്റ് ഇസ് ഡിസ്റ്റൻസ് ഫോർമുല. ദാറ്റ് മീൻസ്, for example, consider this is a point x1, y1, and this is another point x2, y2, and let it be a and here it is b. So the shortest distance between a and b, or the point x1, y1 and x2, y2, that is ab, is nothing but root of x2 minus x1 all square plus y2 minus y1 all square. x2 minus x1 all square plus y2 minus y1 all square ആണ് എയും ബിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് യൂസിങ് ഡിസ്റ്റൻസ് ഫോർമുല. ഇത് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്, 10th പഠിച്ചിട്ടുള്ള കാര്യമാണ്. ഡിസ്റ്റൻസ് ഫോർമുലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ഡിഫറെൻ്റ് രീതിയിൽ ക്വസ്റ്റ്യൻസ് വരാം. നമുക്കറിയാം ഈ ഒരു ഫോർമുല യൂസ് ചെയ്തുകൊണ്ട് വി ക്യാൻ ഈസിലി ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 points. For example, let it be a and this is b, and the coordinate of a is 2, 3 and coordinate of b is 5, 7. ഇങ്ങനെ 2 പോയിന്റ് ആണ് തരുന്നതെങ്കിൽ മേ ബി the question may be to find the distance between a and b. ഈ 2 പോയിന്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് കാണാൻ ചിലപ്പോൾ ചോദിക്കാം. ഡിസ്റ്റൻസ് മറ്റു പല രീതിയിലും ചോദിക്കാറുണ്ട്. എങ്ങനെ ചോദിക്കുക? ഫോർ എക്സാമ്പിൾ, മേ ബി നമുക്ക് ഒരു ട്രയാങ്കിളിൻ്റെ 3 കോർഡിനേറ്റ്സ് തരാം. എ എന്ന് പറയുന്ന പോയിന്റ്, ബി എന്ന് പറയുന്ന കോർഡിനേറ്റ്, സി എന്ന് പറയുന്ന കോർഡിനേറ്റ്. എന്നിട്ട് ഈ ട്രയാങ്കിളിന്റെ പെരിമീറ്റർ ചോദിക്കാം. ആക്ച്വലി വാട്ട് ഈസ് ദ പെരിമീറ്റർ ഓഫ് എ ട്രയാങ്കിൾ? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് എ ബി പ്ലസ് ബി സി പ്ലസ് എ സി. ആൻഡ് ഹിയർ എ ബി മീൻസ് ദ ഡിസ്റ്റൻസ് ഫ്രം എ ടു ബി. എയിൽ നിന്ന് ബിയിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് എ ബി. So here we can find the distance or the length of the side AB by using distance formula or the distance from A to B. And similarly in the case of BC, BC is the distance from B to C. It can easily find using distance formula. And similarly AC also. So perimeter കാണാം. Maybe ചിലപ്പോൾ നമ്മളോട് show that this triangle is an isosceles triangle എന്ന് ചോദിക്കാം. നമുക്കറിയാം, in the case of an isosceles triangle, 2 of the sides are equal.
സോ ഡിസ്റ്റൻസ് ഫോർമുല വെച്ചിട്ട് 3 സൈഡ്സും നമ്മൾ ഫൈൻഡ് ചെയ്യാം. 2 സൈഡ് ഈക്വൽ ആണെങ്കിൽ വി കൻ സേ ദാറ്റ് ഇറ്റ്സ് ആൻ ഐസോസിലസ് ട്രയാങ്കിൾ. നെക്സ്റ്റ് വൺ. സോ ഒന്ന് നമ്മൾ ഇത് പറഞ്ഞു പെരിമീറ്റർ. രണ്ടാമത്തെ കാര്യം ഐസോസിലസ് ട്രയാങ്കിളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. തേർഡ് വൺ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആണോ എന്ന് നമുക്ക് ചോദിക്കാം. ഇക്വലാറ്ററൽ ട്രയാങ്കിൾ. In the case of an equilateral triangle, we know the 3 sides, all the 3 sides are equal. So 3 സൈഡിന്റെയും ലെങ്ത് ഫൈൻഡ് ചെയ്യാം. If all the 3 sides are equal, then we can say that it's an equilateral triangle. The next one, fourth one, right triangle. Right triangle. ഇത് റൈറ്റ് ട്രയാങ്കിൾ ആണോ എന്ന് ചോദിക്കാം. ഡിസ്റ്റൻസ് ഫോർമുല വെച്ചിട്ട് നമ്മൾ എങ്ങനെ റൈറ്റ് ട്രയാങ്കിൾ ആണെന്ന് പ്രൂവ് ചെയ്യാം? റൈറ്റ് ട്രയാങ്കിൾ ആണെങ്കിൽ ആ ട്രയാങ്കിൾ അത് പൈത്തഗോറസ് തിയറം സാറ്റിസ്ഫൈ ചെയ്യും. പൈത്തഗോറസ് തിയറം സാറ്റിസ്ഫൈ ചെയ്യുന്ന ട്രയാങ്കിൾ ഇറ്റ് മസ്റ്റ് ബി എ റൈറ്റ് ട്രയാങ്കിൾ. സോ പൈത്തഗോറസ് തിയറം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെന്ന് നോക്കാം. ദാറ്റ് മീൻസ് ലോങ്സ്റ്റ് സൈഡിന്റെ സ്ക്വയർ, ദാറ്റ് മീൻസ് ഹൈപ്പോണിയസ് സ്ക്വയർ, ഷുഡ് ബി ഈക്വൽ ടു ദി സം ഓഫ് ദി സ്ക്വയേഴ്സ് ഓഫ് അതർ 2 sides. ദാറ്റ് മീൻസ് ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. സോ അങ്ങനെ ഉണ്ട് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ then ഇറ്റ്സ് എൻ റൈറ്റ് ട്രയാങ്കിൾ. ഇനി നമുക്ക് ക്വാഡ്രിലേറ്ററിന്റെ കാര്യത്തിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ലെറ്റ് ദിസ് എ ക്വാഡ്രിലേറ്ററൽ വിത്ത് വെർട്ടിസസ് എ ബി സി ആൻഡ് ഡി. ഈ 4 വെർട്ടിസസിന്റെയും കോർഡിനേറ്റ്സ് തന്നതിന് ശേഷം മേ ബി നമ്മളോട് ഇതൊരു പാരലോഗ്രാം ആണെന്ന് പ്രൂവ് ചെയ്യാൻ ചോദിക്കാം. പാരലോഗ്രാമിന്റെ പ്രത്യേകത എന്താ? പാരലോഗ്രാമിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഓക്കെ, പാരലോഗ്രാമിന്റെ കാര്യത്തിൽ നമുക്കറിയാം ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ. 2 pair of opposite sides are equal. അതായത് ഈ സൈഡും ഈക്വൽ ആയിരിക്കും. ആൻഡ് സിമിലർലി എ ഡി മസ്റ്റ് ബി ഈക്വൽ ടു ബി സി. അങ്ങനെ വന്നു കഴിഞ്ഞാൽ വി കൻ സേ ദാറ്റ് ഇറ്റ്സ് എ പാരലോഗ്രാം. നെക്സ്റ്റ് വൺ, നമ്മളോട് റോംബസ് ആണോ എന്ന് ചോദിക്കാം. റോംബസിന്റെ പ്രത്യേകത എന്താ? ഓൾ ദ 4 sides are equal. 4 സൈഡും ഈക്വൽ ആണെങ്കിൽ വി കൻ സേ ദാറ്റ് ഇറ്റ്സ് എ റോംബസ്. മൂന്നാമത്തത് നമുക്ക് റെക്റ്റാങ്കിളിന്റെ കേസിലേക്ക് വരാം. റെക്റ്റാങ്കിളിന്റെ കേസിൽ ഫസ്റ്റ്ലി ഇറ്റ് മസ്റ്റ് ബി എ പാരലോഗ്രാം. ഓപ്പോസിറ്റ് സൈഡ് 2 pair of opposite sides are equal. 2 pair ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയിരിക്കണം. ദെൻ പാരലോഗ്രാമിന് ഇല്ലാത്ത പ്രത്യേകത ദ ഡയഗണൽസ് മസ്റ്റ് ബി ഈക്വൽ. ഡയഗണൽസ് രണ്ടും ഈക്വൽ ലെങ്ത് ആയിരിക്കണം. അങ്ങനെ ആകുമ്പോൾ ഇത് നമുക്ക് ഒരു റെക്റ്റാങ്കിൾ ആണെന്ന് പറയാം. റെക്റ്റാങ്കിളിന്റെ കാര്യത്തിൽ നെക്സ്റ്റ് ഫോർത്ത് വൺ, നമ്മളോട് ഇതൊരു സ്ക്വയർ ആണോ എന്ന് ചോദിക്കാം. ഇൻ ദ കേസ് ഓഫ് എ സ്ക്വയർ ഓൾ ദി 4 sides ആർ ഈക്വൽ. 4 സൈഡും ഈക്വൽ ആണെങ്കിൽ അത് റോംബസ് ആണ്. ഫോർ എ സ്ക്വയർ ദ ഡയഗണൽസ് മസ്റ്റ് ബി ഈക്വൽ. റോംബസിന് ഡയഗണൽ ഈക്വൽ ആവണമെന്നില്ല, എന്നാൽ സ്ക്വയറിന് ഡയഗണൽസ് ഈക്വൽ ആവണം. സോ ഈ 4 പ്രോപ്പർട്ടിയും അല്ലെങ്കിൽ 4 കാര്യവും നമുക്ക് ഡിസ്റ്റൻസ് ഫോർമുല വെച്ചിട്ട് ഫൈൻഡ് ചെയ്യാൻ പറ്റും. ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ എന്ന് പറഞ്ഞാൽ ഈ സൈഡിൻ്റെ ലെങ്ത് കാണുക, ഈ സൈഡിൻ്റെ ലെങ്ത് കാണുക, ഈക്വൽ ആണെന്ന് കാണിച്ചു കൊടുക്കുക. ആൻഡ് ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദി സൈഡ് എ ഡി ആൻഡ് ബി സി യൂസിങ് ഡിസ്റ്റൻസ് ഫോർമുല. സോ നമുക്ക് ഇങ്ങനെ ചോദിക്കാം. ആൻഡ് അനദർ വൺ, ഇൻ ദ കേസ് ഓഫ് എ സർക്കിൾ മേ ബി ഒരു സെൻറ്ററും തന്നതിന് ശേഷം സർക്കിൾ മേലെ ഒരു പോയിന്റ് ബിയും തന്നിട്ട് റേഡിയസ് കാണാൻ ചോദിക്കാം. And we know the radius is the distance from the center to any point on the circle. That means here it is AB. AB is the radius of the circle. അങ്ങനെ റേഡിയസ് കാണാൻ ചോദിക്കാം. ഇങ്ങനെ ഡിസ്റ്റൻസ് ഫോർമുല ഡിസ്റ്റൻസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ പഠിച്ച ഏതൊക്കെ പ്രോപ്പർട്ടീസ് ഉണ്ടോ കണ്ടീഷൻസ് ഉണ്ടോ അതുമായി ബന്ധപ്പെട്ടൊക്കെ നമുക്ക് ചോദിക്കാം. അവിടെയൊക്കെ നമുക്കത് ആൻസർ ചെയ്യാൻ പറ്റണം. ഓക്കെ, ഡിസ്റ്റൻസ് ഫോർമുലയ്ക്ക് ശേഷം പിന്നെ നമ്മൾ പഠിച്ചിട്ടുള്ളത് ഒരു സെക്ഷൻ ഫോർമുല. സെക്ഷൻ ഫോർമുല ഇന്റേണൽ സെക്ഷന്റെ കാര്യത്തിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത് ലെറ്റ് ഇറ്റ് ഈസ് എ പോയിന്റ് x1, y1 and this is another point b that is x2, y2. x1, y1 and x2, y2 are the 2 points. Let a point p which divides AB in the ratio m:n. AB m:n എന്ന് പറയുന്ന റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുക. Then the coordinate of p will be mx2 plus nx1 divided by m plus n, my2 plus ny1 divided by m plus n. This is the section formula. That means m into this x coordinate
plus n into this x coordinate divided by sum of the ratio. And similarly, m into that y coordinate, n into this y coordinate divided by sum of the ratio. mx2 plus nx1 divided by m plus n, comma, my2 plus ny1 divided by m plus n. The next one, if p is the midpoint ആണെങ്കിൽ, okay, midpoint ആണെങ്കിൽ p ന്റെ കോർഡിനേറ്റ് കാണാൻ നമുക്ക് x1 plus x2 by 2, y1 plus y2 by 2 ചെയ്താൽ മതി. എക്സും രണ്ട് എക്സ് കോർഡിനേറ്റും ആഡ് ചെയ്യുക, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, രണ്ട് വൈ കോർഡിനേറ്റും ആഡ് ചെയ്യുക, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ദാറ്റ് മീൻസ് ഹിയർ ദ റേഷ്യോ വിൽ ബി 1:1, എമ്മും എന്നും 1 ആയി മാറും. So x2 plus x1 or x1 plus x2 divided by 1 plus 1. എമ്മും എന്നും 1 ആണ്, so 1 plus 1 that is equal to 2. And similarly in the case of y. Third one, if the ratio is k:1. Ratio k:1 ആണെങ്കിൽ the coordinate of p is kx2 plus x1 divided by k plus 1, comma, ky2 plus y1 divided by k plus 1. So this is the coordinate of p. kx2 plus x1 divided by k plus 1, comma, ky2 plus y1 divided by k plus 1. k:1 ആണെങ്കിൽ m ന്റെ സ്ഥാനത്ത് k, n ന്റെ സ്ഥാനത്ത് 1, kx2 plus x1 divided by k plus 1 അങ്ങനെ വരും. നോർമലി ഈ രണ്ട് ഫോർമുലകൾ നമ്മൾ അപ്ലൈ ചെയ്യാറുള്ളത് ഇത് മിഡ് പോയിന്റ് ഫൈൻഡ് ചെയ്യാൻ. റേഷ്യോ തന്ന് കോർഡിനേറ്റ് ചോദിച്ചാൽ നമ്മൾ ഈ പോയിന്റും, റേഷ്യോ കാണാൻ ചോദിച്ചാൽ ഈ പോയിന്റാണ് നമ്മൾ പൊതുവിൽ യൂസ് ചെയ്യാറുള്ളത്. റേഷ്യോ കാണാനാണ് ഇത് യൂസ് ചെയ്യുക, ഇത് റേഷ്യോ തന്ന് പോയിന്റ് കണ്ടുപിടിക്കാനാണ്. ക്ലിയർ? ഇത്രയുമാണ് നമ്മൾ ചാപ്റ്ററിൽ പഠിച്ചിട്ടുള്ളത്. അതിൻ്റെ കൂട്ടത്തിൽ സെൻട്രോയിഡ് ഓഫ് എ ട്രയാങ്കിൾ, ഒരു ട്രയാങ്കിളിൻ്റെ 3 വേർട്ടീസസ്, ലെറ്റ് ഇറ്റ് ബി x1 y1 and this is x2 y2 and finally this is x3 y3. ഈ 3 പോയിന്റ്സ് ആണെങ്കിൽ ഇതിന്റെ സെൻട്രോയിഡ് എന്ന് പറയുന്നത് എക്സുകൾ 3ഉം ആഡ് ചെയ്യുക, x1 plus x2 plus x3 divided by 3, comma, y1 plus y2 plus y3 divided by 3. This is the centroid of this triangle. Okay, ഒരു ക്വസ്റ്റ്യൻ ആയിട്ടാണ് നമ്മൾ പഠിച്ചെങ്കിലും നമുക്ക് ഇതും കൂടി മനസ്സിലാക്കി വെക്കാം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് എക്സാമിനെ ഫേസ് ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടത്. ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ വേണമെന്നില്ല. സോ ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ ഇത്രയും ടോപ്പിക്കുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ട്രൈ നോക്കാം. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്, ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ്. ലുക്ക് അറ്റ് ദി ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഡിസ്റ്റൻസ് ഓഫ് ദി പോയിന്റ് 2, 3 ഫ്രം ദി എക്സ് ആക്സിസ് ഇസ്. ഇറ്റ്സ് എ വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. ലുക്ക് അറ്റ് ദിസ്. രണ്ട് രീതിയിൽ ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാം. ഒന്ന്, ഏതൊരു പോയിന്റ് എടുക്കുമ്പോഴും എക്സ് ആക്സിസിൽ നിന്നുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ദാറ്റ് വിൽ ബി ഈക്വൽ ടു ദി വൈ കോർഡിനേറ്റ് ഓഫ് ദാറ്റ് പോയിന്റ്. സോ ഹിയർ ദ ഡിസ്റ്റൻസ് ഫ്രം എക്സ് ആക്സിസ് ഈസ് 3 and similarly the distance from y axis is equal to the x coordinate of that particular point. അങ്ങനെ പറയാം. ഇനി അല്ല നമ്മൾ ഗ്രാഫ് വരച്ചിട്ടാണ് പറയുന്നതെങ്കിൽ കൺസിഡർ ദി പോയിന്റ് 2, 3 ഹിയർ. ദിസ് ഇസ് ദ പോയിന്റ് 2, 3 and the distance from x-axis is this one. This is the distance from x-axis and we know this is the point 2 and this is the point 3 and this distance is exactly same as to this distance. So here this is the point 3, so the distance is 3 unit. So in both ways we can say that the distance from x-axis to the point 2, 3 is exactly 3 unit. Okay, now we can go to the next question. The point on the x-axis which is equidistant from -4, 0 and 10, 0 is. That means there is a point on the x-axis which is equidistant from these 2 points. Okay, that means consider a point on the x-axis. Let it be this is the point x-axis. This is a point on the x-axis and there is a point -4, 0. This is a point on x-axis, -4, 0. Another point 10, 0. This is the point 10, 0. And here there is a point, the third point on the x-axis, and we know this is equidistant. Let it be A and this is B, this is C. Here we know AC is equal to BC. Since C is equidistant from both point A and B, and these 3 points are on x-axis, then the coordinate of C, it's very simple. നമുക്ക് ഡിസ്റ്റൻസ് ഫോർമുല വെച്ചിട്ട് ഫൈൻഡ് ചെയ്യാം. Otherwise, just look at this. -4 and this is 10. The x coordinates. -4 and 10. -4 to 10. We know in total of 14 unit.
The distance is 14 unit. That means -4 to 0, that is 4 unit. 0 to 10, 10 unit. So total 10 plus 4, that is 14 unit. So the midpoint of these point A and B will be 7 unit away from both point B and A. Half of the total distance 14 unit. So 7 unit away from the point B is 10 minus 7, that is 3,0. And this is also a 7 unit away from the point A. So the point 3,0 is the corresponding point. Option D is the correct answer. Next question. A circle drawn with origin as the center passes through 13 by 2, 0. That means there is a circle with the origin as the center. Okay, അങ്ങനെ സർക്കിൾ ഉണ്ട്. ഈ സർക്കിൾ 13 by 2, 0 എന്ന് പറയുന്ന പോയിന്റിലൂടെ പാസ് ചെയ്യുന്നുണ്ട്. 13 by 2, 0. Okay. The point which does not lies in the interior of the circle is. സർക്കിളിന്റെ ഉള്ളിൽ അല്ലാത്ത പോയിന്റ് ഏതെന്നാണ് ചോദ്യം. So look at this. Let it be the center O, and here it is A. And here we know that the distance OA is the radius of the circle. Okay. ഈ സർക്കിളിന്റെ റേഡിയസ് എന്ന് പറയുന്നത് OA യുടെ ഡിസ്റ്റൻസ് ആണ്. നമുക്ക് ഡിസ്റ്റൻസ് ഫോർമുല വെച്ച് ഫൈൻഡ് ചെയ്യണമെങ്കിൽ ഫൈൻഡ് ചെയ്യാം. 13 by 2 minus 0 whole square plus 0 minus 0 whole square. കാരണം ഒറിജിൻ എന്ന് പറയുന്നത് 0,0 എന്ന് പറയുന്ന പോയിന്റ് ആണല്ലോ. സോ x2 minus x1 എന്ന് പറയുമ്പോൾ 13 by 2 minus 0 whole square. y2 minus y1 means 0 minus 0 whole square. That is root 13 by 2 whole square or 13 by 2. So here the radius is 13 by 2. മറ്റൊരു രീതിയിലേക്കാണെങ്കിൽ OA എന്ന് പറയുന്ന ഡിസ്റ്റൻസ്, ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ഫ്രം ഒറിജിൻ ടു എ പോയിന്റ് ഓൺ ദി എക്സ് ആക്സസ്. അത് ഈ കോർഡിനേറ്റ് തന്നെ ആയിരിക്കും. ദാറ്റ് ഈസ് 13 by 2. സോ ഇവിടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 13 by 2 ആണ്. കോർഡിനേറ്റ് സിസ്റ്റത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബേസിക് ഐഡിയ ആണ്. കോർഡിനേറ്റ് സിസ്റ്റത്തിൽ ഇവിടെ എക്സ് ആക്സസിൽ 5 എന്ന് കണ്ടാൽ ദ ഡിസ്റ്റൻസ് ഫ്രം ഒറിജിൻ ടു ദാറ്റ് പോയിന്റ് വിൽ ബി 5 യൂണിറ്റ്. ഇവിടെ ഒരു -7 എന്ന് കണ്ടാൽ വി ക്യാൻ സേ ദാറ്റ് ദ ഡിസ്റ്റൻസ് ഫ്രം ഒറിജിൻ ടു ദാറ്റ് പോയിന്റ് ഈസ് 7 യൂണിറ്റ്. എക്സ് ആക്സസിലും വൈ ആക്സസിലും പോയിന്റ് പ്ലോട്ട് ചെയ്തിട്ടുള്ളത് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദി ഡിസ്റ്റൻസ് ഫ്രം ദിസ് ഒറിജിൻ. ഒറിജിൻ എന്നുള്ള ഡിസ്റ്റൻസിനെ ബേസ് ചെയ്തുകൊണ്ടാണ് എക്സ് ആക്സിലും വൈ ആക്സിലും പോയിന്റ് പ്ലോട്ട് ചെയ്തത് എന്ന് മനസ്സിലാക്കണം. സോ ദാറ്റ് മീൻസ് ഇഫ് ദർ ഇസ് എ പോയിന്റ് 13 by 2 ആൻഡ് ഇറ്റ് ഈസ് 13 by 2 യൂണിറ്റ് away from the origin of origin, okay, in the xy coordinate system. സോ നമുക്ക് ഇവിടെ റേഡിയസ് എന്ന് പറയുന്നത് 13 by 2 എന്ന് പറയാം. ഇനി നമുക്ക് ഇന്റീരിയർ പോയിന്റിന്റെ വിഷയത്തിലേക്ക് വരാം. നമുക്ക് ഈ ഒരു സർക്കിളിനെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ ഈ സർക്കിളിന്റെ ഇന്റീരിയർ ആയിട്ടുള്ള ഒരു പോയിന്റിന്റെ പ്രത്യേകത എന്താ? ഫോർ എനി പോയിന്റ് ഓർ എനി ഇന്റീരിയർ പോയിന്റ് ടു ദി സർക്കിൾ, ദ ഡിസ്റ്റൻസ് ഫ്രം സെന്റർ ടു ദാറ്റ് പോയിന്റ് വിൽ ബി ലെസ് ദാൻ ദി റേഡിയസ്. റേഡിയസിനേക്കാൾ ചെറുതായിരിക്കും. കാരണം സർക്കിൾ മേലുള്ള ഏതെങ്കിലും ഒരു പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് റേഡിയസിന് ഈക്വൽ ആണ്. സർക്കിളിന്റെ ഉള്ളിലേക്കുള്ള പോയിന്റ് അപ്പം എന്തായിരിക്കും? റേഡിയസിനേക്കാൾ കുറവായിരിക്കും. സർക്കിളിന്റെ പുറത്തുള്ള ഒരു പോയിന്റിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ആ പോയിന്റിൽ നിന്ന് ഒറിജിനിലേക്കുള്ള ഡിസ്റ്റൻസ്, ഒരു സെന്ററിലേക്കുള്ള ഡിസ്റ്റൻസ് എന്തായിരിക്കും? ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ദ റേഡിയസ്. ഹിയർ ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ഈസ് ഗ്രേറ്റർ ദാൻ ദ റേഡിയസ്. ഹിയർ ദ ഡിസ്റ്റൻസ് ഈസ് ലെസ് ദാൻ ദ റേഡിയസ്. ഹിയർ ദ ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു ദ റേഡിയസ്. The distance to a point which is on the circle is equal to the radius. Interior point, this is less than the radius. For an exterior point, it will be greater than the radius. So ഇതിൽ ഏത് പോയിന്റ് ആണ് ഇന്റീരിയർ അല്ലാത്തത് എന്ന് ചോദിച്ചാൽ വിച്ച് ഇസ് ഡസ് നോട്ട് ലൈസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഡസ് നോട്ട് ലൈസ് ആണ്. സോ ഇന്റീരിയർ അല്ലാത്തത് നോക്കുകയാണെങ്കിൽ നമുക്ക് നോക്കാവുന്ന കാര്യം എന്ന് വെച്ചാൽ ഡിസ്റ്റൻസ് ഫൈൻഡ് ചെയ്ത് നോക്കാം ഫ്രം ദി സെന്റർ. ഓക്കെ, സെന്ററിൽ നിന്ന് ഡിസ്റ്റൻസ് നോക്കാം. ഒന്നാമത്തെ ഓപ്ഷൻ ആണ് എടുക്കുന്നതെങ്കിൽ ഓക്കെ, 0 0 എന്ന് പറയുന്ന പോയിന്റ് -3/4, 1 എന്ന് പറയുന്ന പോയിന്റ് ഡിസ്റ്റൻസ് ഫോമിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ √(x
x2 minus x1 whole square, അതായത് minus 3/4 minus 0 whole square plus y2 minus y1 whole square, അതായത് 1 minus 0 whole square എന്നാണ് വരിക. Like this. Now, ഞാനൊന്ന് സ്ക്വയർ ചെയ്യുകയാണെങ്കിൽ സ്ക്വയർ ചെയ്യുന്ന സമയത്ത് this is minus 3/4 means 9/16 plus 1 square 1 ആയിട്ട് മാറി. Like this. Okay. Minus 3 square, minus 3 minus 3/4 minus 0 എന്നാണ് minus 3/4 ആണ്. സ്ക്വയർ ചെയ്യുമ്പോൾ 3 square 9, 4 square 16, so 9/16. 1 minus 0 is 1, 1 square 1 തന്നെയാണ്. So divided by 1 എടുത്ത് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക? 9 plus 16 that is 25/16. 25/16 റൂട്ടിൻ്റെ ഉള്ളിലാണ്, that is 5/4. 13/2 is 13/2. The radius is 13/2 or 6.5. Here it is 5/4. 5/4 means 1 point something. 1.25 ആണ്. So 1.25 എന്ന് പറയുന്നത് it is less than the radius. So this point will be interior to the circle. The next we can check the point 2,7/3. 2,7/3. Option B. 2,7/3. 2,7/3. And the point origin 0,0. The distance will be 2 minus 0 whole square, that is 2 square. 7/3 minus 0 whole square, that is 7/3 whole square. Okay, that is 4 plus 49/9. Okay, so that is 9 into 4, that is 36, plus 49, that is 85. So that is 85 divided by 3. This is root 85 divided by 9. So 9 root 3 ആയിട്ട് മാറി. Okay, root 85 means, okay, that is 9 into 4, 36 ആണ്. 36 plus 49 ആണ് 85ലേക്ക് എത്തിയിട്ടുള്ളത്. So root 85 means 8 point something. Okay, 8 point something ആണ് 9ന്റെ തൊട്ടടുത്തെത്തും. 8 point something നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് it is less than 6.5. So that's also an interior point. Now we can go to the third one, that is 5, minus 1/2. The distance from 0, 0 to 5, minus 1/2. 5, minus 1/2. Okay, 5, minus 1/2. So a distance formula which at a distance find angle, that is root of 5 minus 0 whole square, that is 5 square or 25, minus 1/2 minus 0 whole square, that is minus 1/2 whole square. 5 square means 25 plus 1/4 എന്നാണ് വരിക റൂട്ട്. ഓക്കെ, 4 into 25 100. 100 plus 1 101. 101 divided by 101 root 101 divided by 2 എന്നായിട്ട് മാറി. Root 101, that is 10 point something divided by 2, that is 5 point something, that is less than the radius 6.5. So it is also an interior point. So ആദ്യത്തെ 3 പോയിന്റും ഇന്റീരിയർ പോയിന്റ് ആണ്. സ്വാഭാവികമായിട്ടും ഫോർത്ത് പോയിന്റ് വിൽ ബി എക്സ്റ്റീരിയർ പോയിന്റ്. ഓക്കെ, സോ ഡി ആണ് നമുക്ക് കറക്റ്റ് ആൻസർ എന്ന് പറയാം. ഇവിടെയും ഡിസ്റ്റൻസ് ഫോർമുലയാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. Now look at the next one. The perimeter of a triangle ABC with the vertices 0, 4, 0, 0 and 3, 0 is. It's a very simple question. ഓക്കെ, ആക്ച്വലി ഇത് കുറച്ച് വർക്കൗട്ട് ചെയ്യേണ്ടതാണ്, പക്ഷേ ഈ ഒരു ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആണ്. കാരണം ഒരു വെർട്ടിസസ് പറഞ്ഞിട്ടുള്ളത് ബി ആണ്, ഒറിജിൻ ആണ്. മറ്റൊന്ന് പറഞ്ഞുള്ള 0,4 ആണ്. ലെറ്റ് ഇറ്റ് ബി എ. ദിസ് ഇസ് പോയിന്റ് 4, 0,4. അനദർ പോയിന്റ് സി ആണ്, ദാറ്റ് ഈസ് ദ പോയിന്റ് 3. ഓക്കെ, ആൻഡ് ഹിയർ വി വാണ്ട് ടു ഫൈൻഡ് ദ പെരിമീറ്റർ ഓഫ് ദിസ് ട്രയാങ്കിൾ. ഓക്കെ, അവിടെ നമുക്ക് എ ബി എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ഇറ്റ്സ് വെരി സിമ്പിൾ. എ ബി 0 to 4 ആണ്, അതായത് 4 യൂണിറ്റ് ആണ്. ബി സി എന്ന് പറയുന്ന ഡിസ്റ്റൻസ് 3 യൂണിറ്റ് ആണ്. എ സി എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ആണ് നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത്. വി ക്യാൻ ഫൈൻഡ് എ സി യൂസിങ് ഡിസ്റ്റൻസ് ഫോർമുല. ദിസ് ഇസ് ദ പോയിന്റ് 0,4 ആൻഡ് ദിസ് ഇസ് ദ പോയിന്റ് 3,0. ഓക്കെ, ബൈ യൂസിങ് ഡിസ്റ്റൻസ് ഫോർമുല വി ക്യാൻ സേ ദാറ്റ് ദിസ് ഇസ് 0 minus 3 whole square. 0 minus 3 whole square. x2 minus x1 whole square plus 4 minus 0 whole square, അതായത് y2 minus y1 whole square. Like this. So this is 3 square 9, 4 square 16. 9 plus 16 root 25. Root 25 or this is equal to 5. So the total perimeter is 4 plus 3 plus 5. Okay, that is 7 plus 5, that is 12 unit. So 12 unit, option C is the correct answer. Okay, option C. Next question. The distance of the point alpha beta from the origin is. Okay, this is the xy coordinate and this is the point alpha comma beta.
this is the origin 0, 0. The distance from origin to alpha beta means using distance formula, that is root of alpha minus 0 whole square plus beta minus 0 whole square. Using the distance formula x2 minus x1 whole square. Alpha is the x2 and 0 is the x1. ആട്ടുകൊണ്ട് മാറിയാലും പ്രശ്നമൊന്നുമില്ല. സ്ക്വയർ ചെയ്യുന്നതിനോട് പോസിറ്റീവ് ആയിട്ട് തന്നെ കിട്ടും. നെക്സ്റ്റ് y2 minus y1, beta minus 0. Alpha minus 0 means alpha square. Beta minus 0 square means beta square. So this is root alpha square plus beta square. Root alpha square plus beta square. That is option D is the correct answer. Now next one. The distance between the point x minus 1 and 3, 2 is 5 unit. എന്നാണ് പറഞ്ഞിട്ടുള്ളത്. Okay. But a distance is given actually. Okay. അതായത് there is a line like this. And this is the point x comma minus 1. And here this is the point 3, 2. And the distance between these 2 points, let it be A and this is B. This point is 5 unit എന്നാണ് നമുക്ക് തന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ എക്സിന്റെ വാല്യൂ എന്താണെന്ന് നമുക്കൊന്ന് ട്രൈ നോക്കാം. ഒന്നെങ്കിൽ ഓപ്ഷൻ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ബട്ട് ഇൻ ദ ഡയറക്റ്റ് വേ നമുക്ക് പറയാവുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഹിയർ വി നോ എ ബി ഈസ് 5. എ ബി ഈസ് 5 യൂണിറ്റ്. AB means the distance from A to B. A-യിൽ നിന്ന് ബിയിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ്. By using the distance formula, this is root of x2. By taking this is x2 y2 and this is x1 y1. x2 minus x1 whole square, that is x minus 3 whole square. Plus y2 minus y1 whole square, that is minus 1 minus 2 whole square. Okay, minus 1 minus 2 whole square. And it is given as 5. Minus 1 minus 2 whole square. It is given as 5. ഞാൻ സ്ക്വയർ റൂട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇക്വേഷൻ്റെ രണ്ട് സൈഡിലും സ്ക്വയർ ചെയ്തു. Now this is x minus 3 whole square. X minus 3 whole square plus minus 1 minus 2 means minus 3. Minus 3 ന്റെ സ്ക്വയർ that is 9 is equal to 5ന്റെ സ്ക്വയർ. സ്ക്വയർ ചെയ്യുമ്പോൾ ഇവിടെ സ്ക്വയർ ചെയ്യുമ്പോൾ റൂട്ട് ഒഴിവാകും, ഇവിടെ സ്ക്വയർ ചെയ്യുമ്പോൾ 5 സ്ക്വയർ ആയിട്ട് മാറും. That is 25. 9 അങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ 25 minus 9, that is 16. So that is x minus 3 whole square is equal to x minus 3 whole square is equal to 16. Square ഒഴിവാക്കി കഴിഞ്ഞാൽ x minus 3 will be root 16 and we know root 16 is plus or minus 4. Okay, we want to consider the both positive and negative value in the case of root 16. So this is x minus 3 is equal to 4. And x minus 3 is equal to minus 4. So this is x is equal to 4 plus 3 is 7. And here it is x is equal to minus 4 plus 3, that is minus 1. So there are two possible value for x. One is 7 and another one is minus 1. 7 and minus 1. 7 and minus 1. Okay. So this is option D is the correct answer. 7 or minus 1. Next question. The point 5 comma minus 1, 1 comma p. And 4 comma minus 2 are collinear if the value of P is. കൊളീനിയറുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ വെച്ച് ചെയ്യാം, സെക്ഷൻ ഫോർമുല വെച്ച് ചെയ്യാം, അതേപോലെ തന്നെ നമുക്ക് ഡിസ്റ്റൻസ് ഫോർമുല വെച്ച് ചെയ്യാം. കൊളീനിയറുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഓക്കെ, അതായത് 3 രീതിയിലേക്ക് നമുക്ക് വർക്കൗട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, ആക്ച്വലി ഈ ഒരു ക്വസ്റ്റ്യൻ ഒക്കെ ബേസ് ചെയ്യുന്നത് ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ ആണ്. പക്ഷേ നമ്മുടെ ഈ ഒരു എക്സാമിന് ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ നമുക്ക് മൈൻഡ് ചെയ്യേണ്ട കാര്യമല്ല. -5, 1 എന്ന് പറയുന്ന ഒരു പോയിന്റ് നമുക്ക് തന്നിട്ടുണ്ട്. ആൻഡ് ലെറ്റ് ഇറ്റ് ബി അനദർ പോയിന്റ് ബി, ദാറ്റ് ഈസ് 1, p. ആൻഡ് തേർഡ് വൺ സി, ദാറ്റ് ഈസ് 4, -2. ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഫൈൻഡ് ചെയ്യാം. അതർവൈസ് ഇറ്റ്സ് എ ലിറ്റിൽ ബിറ്റ് റിസ്കി. ഓക്കെ, എന്നാൽ നമുക്കൊന്ന് ട്രൈ ചെയ്യാം. ഞാനിതിനെ സെക്ഷൻ ഫോർമുല വെച്ചിട്ടാണ് ട്രൈ ചെയ്യുന്നതെങ്കിൽ ആദ്യം 1 AC-യെ ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോ നോക്കാം. ഓക്കെ, ഞാൻ ഇങ്ങനെയാണ് പറയുന്നത്. ലെറ്റ് ബി ഡിവൈഡ്സ് AC ഇൻ ദ റേഷ്യോ K:1. K:1 എന്ന് പറയുന്ന റേഷ്യോയിലാണ് ബി എന്ന് പറയുന്ന ആൾ AC-യെ ഡിവൈഡ് ചെയ്യുന്നത് ഞാൻ വിചാരിച്ചു. കാരണം ഞാനിവിടെ റേഷ്യോ ഫൈൻഡ് ചെയ്യാൻ പോവാണ്. റേഷ്യോ ഫൈൻഡ് ചെയ്യണമെങ്കിൽ നമ്മൾ m:n അല്ല യൂസ് ചെയ്യുക, പകരം K:1 ആ യൂസ് ചെയ്യാം. സോ അങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നെങ്കിൽ നമുക്ക് എന്തുണ്ടാവും? ദാറ്റ് ഈസ് K × 4, ദാറ്റ് ഈസ് 4K പ്ലസ് -5, അതായത് -5 ഡിവൈഡഡ് ബൈ K+1. അതായത് Kx2 + x1. ദിസ് ഇസ് x1 y1 ആൻഡ് ദിസ് ഇസ് x2 y2. Kx2 എന്ന് വരും. ദിസ് ഇസ് x1
y1 and this is x2 y2. So k x2 in the varum, that is k into 4, that is 4k, plus x1, that is minus 5, divided by k plus 1, that is k plus 1, comma k y2 means minus 2k, k into y2 minus 2k, plus y1, that is 1. So minus 2k plus 1 divided by k plus 1 is equal to the point B, that is 1 comma P. So compare these two coordinates. Here the x coordinate will be 1 and y coordinate will be equal to P. So x coordinate 1 ആണെങ്കിൽ 4k minus 5 divided by k plus 1 should be equal to 1. So here we can find the value of k, then we can substitute it into this one, then we can easily find the value of P. Okay, P ആണ് ഫൈൻഡ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. So k plus 1 1ലേക്ക് പോയി കഴിഞ്ഞാൽ that is 4k minus 5 is equal to k plus 1 into 1, that is k plus 1. k എങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ 3k വരും. Minus 5 അങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ 1 plus 5 6 വരും. That is k is equal to 6 by 3, that is equal to 2. ഇനി y coordinate minus 2k plus 1 divided by k plus 1 should be equal to P. K ഞാൻ 2 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ minus 2 into k എന്ന് പറഞ്ഞാൽ minus 4 plus 1 divided by 2 plus 1, that is 3. Minus 4 plus 1 is equal to minus 4 plus 1 is equal to minus 3 divided by 3, that is equal to P. So P is minus 1. Okay, P ന്റെ വാല്യൂ minus 1 ആണെന്ന് പറയാം. So that is option D is the correct answer. Next question നോക്കാം. The point 1 1 minus 2 7 and 3 minus 3 are first option vertex of an equilateral triangle, collinear, isosceles triangle and none of this എന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. സോ നമുക്ക് ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആണോ ഐസോസെലസ് ട്രയാങ്കിൾ ആണോ നമുക്ക് ആദ്യം നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഡിസ്റ്റൻസ് ഫൈൻഡ് ചെയ്യേണ്ടി വരും. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻ ആയി മാറി. ഞാൻ അതിന് വേണ്ടിയിട്ട് ഈ 3 പോയിന്റിനെയും 3 വെർട്ടിസസ് ആക്കി കൊടുത്തു. ലെറ്റ് ഇറ്റ് ബി എ ബി സി. എ ഇസ് ദ കോർഡിനേറ്റ് 1, 1, ബി ഇസ് -2, 7, C is 3, minus 3. Then the distance AB, side AB, distance formula AB. Okay, to find the distance AB, that is -2 minus 1 whole square. -2 minus 1 whole square, that is -3 square. -3 square. ഞാൻ സ്റ്റെപ്പ് റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. Okay, then 7 minus 1 whole square. 7 minus 1 whole square, that is 6 square. Okay, so -3 square means 9. 6 square is 36. 9 plus 36, that is equal to root 45. Unit is the distance AB. Okay, the next one, BC. Distance BC, that is equal to root of BC means 3 minus -2 whole square, x2 minus x1 whole square. 3 minus -2 means 5, so that is 5 square plus -3 minus 7 whole square. -3 minus 7 means -10. So minus 10 square, that is 10 square. Okay, so that is 25 plus 100, that is 125. So this is root 125. So ഇപ്പോൾ നമുക്ക് ഇത് ഇക്വലാറ്ററൽ ട്രയാങ്കിൾ അല്ല എന്ന് മനസ്സിലായി. നെക്സ്റ്റ് നമുക്ക് എ സി എന്ന് പറയുന്ന ലെങ്ത് കൂടി ഫൈൻഡ് ചെയ്യാം. ദാറ്റ് ഈസ് എ സി യൂസിങ് ഡിസ്റ്റൻസ് ഫോർമുല 3 minus 1 whole square. 3 minus 1 means 2 square. -3 minus 1 whole square, y2 minus y1. -3 minus 1 means -4. സ്ക്വയർ പറയുമ്പോൾ 4 സ്ക്വയർ എന്ന് എടുത്താൽ മതി. നെഗറ്റീവ് സ്ക്വയർ ചെയ്യുമ്പോൾ പോസിറ്റീവ് ആയിക്കോളും. സോ 2 സ്ക്വയർ മീൻസ് 4. 4 സ്ക്വയർ 16. 16 plus 4, that is equal to 20. Okay, this is root 20. Okay, 16 plus 4, that is root 20. So this is not an isosceles triangle and this is also is not an equilateral triangle. Then we have one more option, collinear. Collinear ആണോ നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ root 45നെ, that is 9 into 5 or 3 root 5. 3 root 5 ആണ്. Root 20, that is 2 root 5. 4 into 5 ആണത് 2 root 5. And this is 5 into 25 ആണ്, that is 5 root 5. Okay, now we can easily say that here AB plus AC is equal to BC. AB എന്ന് പറഞ്ഞാൽ 3 root 5 ആണ്. This is 2 root 5. 3 root 5ഉം 2 root 5ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ, അതായത് 3 root 5ഉം 2 root 5ഉം കൂടി ആഡ് ചെയ്യുന്ന സമയത്ത്
3 + 2 അതായത് 5√5 ആവും. 5√5 ആണ് ബി സിയുടെ ലെങ്ത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ലൈൻ എടുക്കുമ്പോൾ ലെറ്റ് ഇറ്റ് ബി ദ പോയിന്റ് എ, ദിസ് ഇസ് പോയിന്റ് ബി ആൻഡ് ദിസ് ഇസ് പോയിന്റ് സി. എ ബിയുടെ ലെങ്ത്തും ബി സിയുടെ ലെങ്ത്തും കൂടി ആഡ് ചെയ്യുമ്പോൾ എ സിയുടെ ലെങ്ത് വരണമെങ്കിൽ the sum of the distance AB and BC is equal to AC, then the points A, B and C are collinear. They are on a line. ഒരു ലൈൻ മേലായിരിക്കും. കാരണം ജനറലി മറ്റൊരു കേസിൽ ഞാനിപ്പോൾ 3 പോയിന്റ് എടുത്തു വന്നിരിക്കുക. എ എന്ന് പറയുന്ന ഒരു പോയിന്റ്, ഇവിടെ ബി എന്ന് പറയുന്ന ഒരു പോയിന്റ്, ഇവിടെ സി എന്ന് പറയുന്ന പോയിന്റ്. Here the distance AB is this, distance BC is this. Okay, and we know this is the distance AC. വളരെ സിമ്പിളായിട്ട് നമുക്ക് കാണാം, എ ബിയുടെ ഡിസ്റ്റൻസും ബി സിയുടെ ഡിസ്റ്റൻസും കൂടി ആഡ് ചെയ്താൽ അതിനേക്കാൾ ചെറുതാണ് എ സിയുടെ ഡിസ്റ്റൻസ് ജനറലി നോർമൽ കേസ്. ബട്ട് ഇഫ് ദേ ആർ കൊളീനിയർ, ദ ഡിസ്റ്റൻസ് എ ബി പ്ലസ് ഡിസ്റ്റൻസ് ബി സി ഈസ് ഓൾവേസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് എ സി. ദാറ്റ് ഈസ് എ കണ്ടീഷൻ ഫോർ കൊളീനിയാരിറ്റി ഫോർ 3 പോയിന്റ്സ്. ഓക്കെ, ദിസ് ഇസ് അനദർ കണ്ടീഷൻ. കൊളീനിയർ നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തത് സെക്ഷൻ ഫോർമുല വെച്ചിട്ടാണ്. സെക്ഷൻ ഫോർമുല വെച്ചിട്ട് കൊളീനിയർ നമുക്ക് യൂസ് ചെയ്യാം. ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ വെച്ചിട്ട് കൊളീനിയാരിറ്റി നമുക്ക് പറയാം, ഡിസ്റ്റൻസ് വെച്ചിട്ട് നമുക്ക് കൊളീനിയാരിറ്റി പറയാം. സോ ഹിയർ വി ഹാവ് ദീസ് 3 പോയിന്റ്സ് ആർ കൊളീനിയർ. ഓക്കെ, ലേശം ചെയ്യാനുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, നമ്മൾ ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് വൺ, ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എ പ്ലസ് ബി കോമ എ മൈനസ് ബി ആൻഡ് ബി എ മൈനസ് ബി കോമ മൈനസ് എ മൈനസ് ബി ഈസ്. ഓക്കെ, നമുക്ക് പോയിന്റ് തന്നിട്ടുള്ളതൊക്കെ ലേശം ലെങ്തി പോയിന്റ് ആണെങ്കിലും മേ ബി നമുക്കത് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയേക്കാം. നോക്കാം നമുക്ക്. എ പ്ലസ് ബി കോമ എ മൈനസ് ബി ആൻഡ് ദിസ് ഇസ് ദ പോയിന്റ് എ മൈനസ് ബി കോമ മൈനസ് എ മൈനസ് ബി. സോ ഹിയർ വി വാണ്ട് ടു ഫൈൻഡ് ദ ഡിസ്റ്റൻസ്. Distance means root of x2 minus x1. Let it be x2, that is a minus b, minus x1, that is a plus b. Okay, all square. This is x1 y1 and this is x2 y2. Okay, x2 minus x1, a minus b minus a plus b. A plus b രണ്ട് ടേം ഉണ്ടായതുകൊണ്ട് ബ്രാക്കറ്റ് ഇട്ടിരിക്കണം. Next one, plus y2 minus y1 all square. y2 means minus a minus b minus y1. y1 means a minus b. രണ്ട് ടേം ഉണ്ട്, so a minus b must be in bracket, then all square. This is the distance formula. So ഞാൻ ഇവിടെ ബ്രാക്കറ്റ് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ that is equal to root of. ഈ മൈനസ് ഉള്ളിലേക്ക് വരുമ്പോൾ മൈനസ് എ വരും. And here is a plus a. Plus a and minus a were cancelled. ഈ മൈനസ് എവിടേക്ക് വരുമ്പോൾ മൈനസ് ബി വരും. ഓൾറെഡി ഇവിടെ ഒരു മൈനസ് ബി ഉണ്ട്. മൈനസ് ബി മറിയുമ്പോൾ മൈനസ് 2b all square പ്ലസ് ഹിയർ ഇറ്റ് ഈസ് ഈ മൈനസ് ഉള്ളിലേക്ക് എടുത്താൽ മൈനസ് എ വരും. ദർ ഇസ് എ മൈനസ് എ എന്ന് പറയുമ്പോൾ മൈനസ് 2a വരും. മൈനസ് 2a മൈനസ് ഉള്ളിലേക്ക് എടുത്താൽ പ്ലസ് ബി ആവും. ഇവിടെ ഒരു മൈനസ് ബി ഉണ്ട്. മൈനസ് ബി പ്ലസ് ബി ബിക്കം 0. സോ ദിസ് ഇസ് മൈനസ് 2a all square. ഓക്കെ, ഓർ 2b all square പ്ലസ് 2a all square. മൈനസിനെ സ്ക്വയർ ചെയ്യുമ്പോൾ പോസിറ്റീവ് ആവും. ദാറ്റ് ഈസ് 2b all square 2 times a square plus നമുക്ക് നോക്കാം. ഓക്കെ, ഇതിനെ സ്ക്വയർ ചെയ്യുമ്പോൾ എന്താവും 4b square പ്ലസ് 4a square എന്നായിട്ട് മാറി. റൂട്ട് ഓഫ് 4നെ കോമൺ എടുക്കുകയാണെങ്കിൽ 4 into a square പ്ലസ് b square എന്നായിട്ട് മാറി, വിച്ച് ഇസ് ഇൻസൈഡ് ദി സ്ക്വയർ റൂട്ട്. 4നെ റൂട്ടിൻ്റെ പുറത്തേക്ക് ഇറക്കുകയാണെങ്കിൽ 2 ആയിട്ട് പുറത്തിറങ്ങും, കാരണം റൂട്ട് എടുക്കുന്നുണ്ട്. സോ ദാറ്റ് ഈസ് a square പ്ലസ് b square. 2 root a square plus b square. 2 root a square plus b square, that is option C is the correct answer. Okay, then next question. If Q a by 3 comma 4 is the midpoint of the segment joining the points minus 6 5 and minus 2 3, then the value of a is. It's a very simple question. Look at this. This is the point P, coordinates minus 6 comma 5 and R minus 2 comma 3, and given that Q, that is a by 3 comma 4 is the midpoint. So here we know that the midpoint of PR is PR ന്റെ midpoint എന്ന് പറയുന്നത് by using x1 plus x2 formula, x1 plus x2 by 2 comma y1 plus y2 by 2. ഓക്കെ, x1 പ്ലസ് x2 by 2 y1 പ്ലസ് y2 by 2 അപ്ലൈ ആണെങ്കിൽ മൈനസ് 6 മൈനസ് 2 അല്ലേ, മൈനസ് 6 മൈനസ് 2 ഡിവൈഡഡ് ബൈ 2, മൈനസ് 6 മൈനസ് 2 ഡിവൈഡഡ് ബൈ 2
എന്നാണ് എക്സ് കോർഡിനേറ്റ് ഉണ്ടാവുക. വൈ കോർഡിനേറ്റ് ഓൾറെഡി ഗിവൺ ആണ്, ഞാൻ അതിലേക്ക് മൈൻഡ് ചെയ്യുന്നില്ല. ആൻഡ് ഇറ്റ് ഈസ് ഗിവൺ ദാറ്റ് a by 3, 4. Okay, so minus 6 minus 2 means minus 8. Minus 8 by 2 means minus 4. Is equal to a by 3. Then a must be equal to minus 12. So option C is the correct answer. Next question. The line segment joining the points 3, minus 1, 3, minus 1 and minus 6, 5 is trisected. The coordinate of the point of trisection R. R എന്ന് പറഞ്ഞ ഒരു പോയിന്റ് തന്നിട്ടുള്ളൂ, നമുക്ക് പോയിന്റ് ഒന്ന് ഫൈൻഡ് ചെയ്ത് നോക്കാം. ട്രൈസെക്ഷന്റെ കാര്യത്തിൽ നമുക്ക് എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് അറിയാലോ. ഈ പോയിന്റ് തന്നിട്ടുള്ളത് 3, minus 1 and another point minus 6, 5. Let it be the point A and B. There are 2 points P and another one Q which trisect the line segment AB. That means this length and this length are equal. So the ratio 1:1:1. പക്ഷെ നമുക്ക് സെക്ഷൻ ഫോർമുല പ്രകാരം പി ഫൈൻഡ് ചെയ്യണമെങ്കിൽ രണ്ട് എൻഡിലുള്ള പോയിന്റ്സ് നമുക്ക് അറിയണം. അത് പ്രകാരം പിയുടെ പോയിന്റ് ആണ് ഞാൻ ഫൈൻഡ് ചെയ്യുന്നതെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ദിസ് ഇസ്, അല്ലെങ്കിൽ ക്യൂവിന്റെ പോയിന്റ് ആണ് ഞാൻ ഫൈൻഡ് ചെയ്യുന്നതെങ്കിൽ ഈ ഇത് 2ഉം ഇത് 1ഉം ആയിരിക്കും. സോ ദിസ് ഇസ് 2:1. 2:1 എന്ന് പറയുന്ന റേഷ്യോ വെച്ചിട്ട് നമുക്ക് ക്യൂവിനെ ഫൈൻഡ് ചെയ്യാൻ പറ്റും. സോ ഞാൻ ക്യൂവിനെ ഫൈൻഡ് ചെയ്യാൻ പോവുകയാണ്, ശ്രദ്ധിക്കാം. ക്യൂ ഇസ് 2:1. mx2, അതായത് ക്യൂ എന്ന് പറയുന്ന പോയിന്റ് ആണ് പറയുന്നത്. mx2 2 into minus 6 that is minus 12 plus nx1 1 into 3 that is 3 divided by sum of the ratio m plus n that is 2 plus 1. And similarly my2 2 into 5 that is 10 plus ny1 1 into minus 1 that is minus 1 divided by m plus n that is 2 plus 1. ഇങ്ങനെയാണ് കിട്ടുക. Then minus 12 plus 3 എന്ന് പറയുമ്പോൾ minus 9 by 3 that is minus 3, 10 minus 1 means 9, 9 by 3 that is 3. Minus 3, 3 is the coordinate of Q. Option ഉണ്ടാക്കാം minus 3, 3 that is option B. Option B is the correct answer. Okay, ഒരു പോയിന്റ് കൂടി ഉണ്ട് P, അത് നമ്മൾ ഫൈൻഡ് ചെയ്തിട്ടില്ല. Q മാത്രം കിട്ടിയപ്പോൾ നമുക്ക് ആൻസർ കിട്ടിയിട്ടുണ്ട്. So that's okay. Okay, now next question. If the coordinate of one end of a diameter of a circle are 2, 3 and the coordinate of its center is minus 2, 5. അതായത് there is a circle. Okay, ഒരു സർക്കിൾ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ സർക്കിളിന്റെ ഒരു ഡയമീറ്റർ ഉണ്ട്. there is a diameter to the circle. Okay, let it be the diameter. ഒരു എൻഡ് പറഞ്ഞിട്ടുള്ളത് 2, 3 ആണ് അല്ലേ? If the coordinate of one end of a diameter of a circle are 2, 3 and the coordinate of its center is minus 2, 5. This is minus 2, 5. And then the coordinate of the other end of the diameter are. ഈ end ആണ് കാണാൻ വേണ്ടി പറഞ്ഞത്. അപ്പോൾ let it be A, this is B and this is C. We know if AC is the diameter and B is the center, B is the midpoint of AC. So midpoint കാണാൻ നമ്മുടെ കയ്യിൽ ഫോർമുലയുണ്ട്. Let A is x, y. Then midpoint of AC. Midpoint of AC. ACയുടെ മിഡ്പോയിന്റ് കാണാൻ നമ്മൾ എന്താ ചെയ്യുക? x1 plus x2 by 2, y1 plus y2 by 2 എന്നാണ് നമ്മൾ മിഡ്പോയിന്റ് കാണാനുള്ള ഫോർമുല. x1 plus x2 by 2, y1 plus y2 by 2. But here the midpoint is given as minus 2, 5. Minus 2, 5. So we can compare these two coordinates. The x coordinate that is x plus 2 by 2 must be equal to the x coordinate that is minus 2. So 2 അങ്ങോട്ട് കൊണ്ടുപോവാണെങ്കിൽ x plus 2 is equal to minus 4. So 2 അങ്ങോട്ട് പോയാൽ x is equal to minus 4 minus 2 that is minus 6. So x coordinate minus 6 ആയിരിക്കണം. ഓപ്ഷൻ 2 അങ്ങനത്തെ വരുന്നുണ്ട്. Then y coordinate. y plus 3 divided by 2 is equal to 5. 2 അങ്ങോട്ട് കൊണ്ടുപോവാണെങ്കിൽ y plus 3 is equal to 10. y is equal to 7. So minus 6, 7 is the correct answer. Minus 6, 7, it is the first option. Option A is the correct answer. Okay, now next question. If the point P, k, 0 divide the line segment
divide the line segment joining the point 2 minus 2 and b minus 7 4 in the ratio 1:2. Then the value of k is. നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എങ്ങനെയാണ്? There is a line segment. Okay. If point k0, this is the point k0, divide the line segment joining the point 2 minus 2, 2 minus 2 and minus 7, 4 in the ratio 1:2. അങ്ങനെയാണെങ്കിൽ kന്റെ വാല്യൂ എന്താണെന്നാണ് ചോദ്യം. It's a very simple question. kന്റെ വാല്യൂ കാണാൻ mx2 plus nx1 divided by m plus എന്ന് പറയുന്ന ഫോർമുല യൂസ് ചെയ്യാം. x കോർഡിനേറ്റ് മാത്രം മതി, അതാണ് k. ഓക്കെ, സോ k is equal to x കോർഡിനേറ്റ് മാത്രമാണ് ഞാൻ എഴുതുന്നതെങ്കിൽ k is equal to mx2 1 into minus 7 that is minus 7 plus 2 into 2 that is 4 divided by sum of the ratio that is 1 plus 2. Minus 7 plus 4 that is minus 3. Minus 3 by 3 that is minus 1. So option D minus 1 is the correct answer. It is from 2011. Okay, next question. This is assertion and reasoning type. Okay, look at the question. The assertion, the point 0, 4 lies on y-axis. Y-axis ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. Reason, the x-coordinate of the point on the y-axis is 0. ശരിയാണല്ലോ അല്ലേ? y-axisലെ ഏത് പോയിന്റ് എടുക്കുമ്പോഴും ഇത് നമ്മൾ 0, y എന്ന് പറയുന്ന ഫോമിലാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. So the assertion is true, reason is true, and the reason is the correct explanation for the assertion. So that is option A is the correct answer. Okay, next question. Assertion. Centroid of a triangle formed by the points AB, BC, CA is at origin. Then A plus B plus C is equal to 0. നമുക്കൊന്ന് ട്രൈ നോക്കാം. സെൻട്രോയിഡ് നമ്മൾ പറയാറുള്ളത് എക്സ് കോർഡിനേറ്റുകൾ മൂന്നും കൂടി ആഡ് ചെയ്യുക. ദാറ്റ് ഈസ് A plus B plus C by 3. വൈ കോർഡിനേറ്റുകൾ മൂന്നും ആഡ് ചെയ്യുക. B plus C plus A. B plus C plus A divided by 3. ഇതാണ് സെൻട്രോയിഡ്. Here it is given as 0, 0. 0, origin. So compare the x coordinates. We can say that A plus B plus C divided by 3 is equal to 0. 3 in the right side like kontayal, we can find A plus B plus C as the value 0. So A plus B plus C is equal to 0 is exactly right. For the in this case the centroid is origin. Next reason, centroid of a triangle with the vertices x1, y1, x2, y2 and x3, y3 is given by x1 plus x2 plus x3 by 3, y1 plus y2 plus y3 by 3. It is the exact equation for the centroid of a triangle, and this is the correct explanation for this assertion. So it's again option A is the correct answer. കാരണം ഇത് വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഫോർമുല യൂസ് ചെയ്തത്. അത് വെച്ചിട്ടാണ് A plus B plus C is equal to 0 ഫൈൻഡ് ചെയ്തത്. Okay, now next one. There are two questions. Assertion and reasoning. The point 0, minus 3 lies in the quadrant 2. That's wrong. അല്ലേ? അത് wrong ആണ്. കാരണം here the x coordinate is 0. x coordinate 0 ആണെങ്കിൽ അത് y ആക്സിസിലെ പോയിന്റ് ആണ്, അതൊരു ക്വാഡ്രന്റിലെ പോയിന്റ് അല്ല. ഓക്കെ, അതായത് ഇതാണ് പോയിന്റ്. ഈ പോയിന്റ് 0, minus 3. ഇവിടെ ഈ സ്പേസിലൊക്കെ വരുമ്പോഴാണ് നമ്മൾ ക്വാഡ്രന്റിലെ പോയിന്റ് എന്ന് പറയാം. ഇത് ആക്സസിലെ പോയിന്റ് ആണ്. സോ ഹിയർ ദ അസർഷൻ ഈസ് ഫോൾസ്. സോ ഓപ്ഷൻ 4 ഡി ഓപ്ഷൻ ഈസ് ദ കറക്റ്റ് ആൻസർ. അസർഷൻ ഫോൾസ് ആണെങ്കിൽ ഡി ഓപ്ഷൻ. നെക്സ്റ്റ് assertion. The coordinate of a point which divide the line segment joining 4, minus 1 and minus 2, minus 3 into 3 equal parts are 4, minus 4, 5 by 3 and 1, 7 by 3. അപ്പോൾ നമുക്ക് ചെയ്യാനുണ്ട്, നോക്കാം. ഓക്കെ, നമുക്ക് തന്നിരിക്കുന്ന പോയിന്റ് 4, minus 1, 4, minus 1 and this is minus 2, minus 3. Trisection ഉണ്ട്. Let it be A, this is B and here it is P and Q. ക്യൂവിനെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ 2:1 എന്ന് പറയുന്ന റേഷ്യോ ക്യൂ. അപ്പോൾ നമുക്ക് ആദ്യം ക്യൂ ഫൈൻഡ് ചെയ്യാം. ഓക്കെ, ക്യൂ ആണ് ഞാൻ ഫൈൻഡ് ചെയ്യുന്നതെങ്കിൽ mx2 2 into minus 2 that is minus 4 plus x1 that is means nx1 that is 1 into 4 that is plus 4 divided by 2, 2 into minus 3 that is minus 6 plus 1 into minus 1 that is minus 1 divided by 2 plus 1 എന്നാണ് വരിക. minus 4 plus 4 എന്ന് പറയുമ്പോൾ 0 ആണ് വരിക അല്ലേ. 2 into minus 2 minus 4 plus 4 that is equal to 0. ഓക്കെ, കറക്റ്റ് ഓർഡർ തന്നെ നമ്മൾ എടുത്ത് 4, minus 1, minus 2, minus 3 റെഡിയാണ്. ഓക്കെ,
സോ ദിസ് ഇസ് 0, something. പക്ഷേ നമ്മുടെ ഓപ്ഷനിൽ ഒരാൾ പോലും 0, something പറഞ്ഞതില്ല. സോ ഹിയർ ഇറ്റ് ഇസ് ഓൾസോ അസേർഷൻ ഈസ് ഫാൾസ്. അസേർഷൻ ഫാൾസ് ആയതുകൊണ്ട് പിന്നെ റീസൺ നോക്കേണ്ട കാര്യമല്ല. ഓക്കെ, ഓപ്ഷൻ ഡി ഇസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇറ്റ് ഈസ് കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻ. ഓക്കെ, നോക്കാം. ദ ക്ലാസ് 10 സ്റ്റുഡൻറ് ഓഫ് ദി സ്കൂൾ ഇൻ എ Krisanagar have been allotted in a rectangular plot of land for their gardening activity. Saplings of gulmohar are planted on the boundary at the distance of 1 meter from each other. There is a triangular grassy lawn in the plot as shown in the figure. The students are to sow seeds of the flowering plants on the remaining area of the plot. Okay. അതായത് ഈ ട്രയാങ്കുലർ പ്ലോട്ടിൽ നമ്മളോട് പറഞ്ഞിട്ടുള്ളൊരു കാര്യം വെച്ചാൽ ഇവിടെ ട്രീസ് കൃത്യമായിട്ട് പ്ലാന്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ട്രയാങ്കുലർ ഗ്രാഷ്യറി ലോൺ ഇൻ ദ പ്ലോട്ട് ആസ് ഷോൺ ഇൻ ദ ഫിഗർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ട്രയാങ്കിൾ ഉണ്ട്. ടേക്കിംഗ് ആസ് ദി ഒറിജിൻ ഫൈൻഡ് ദ കോർഡിനേറ്റ് ഓഫ് പി എന്നാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. പിയുടെ കോർഡിനേറ്റ് ഫൈൻഡ് ചെയ്യാൻ നമുക്ക് ആദ്യം പിയിൽ നിന്ന് നമുക്ക് എക്സ് ആക്സസിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരച്ച് നോക്കാം. പിയിൽ നിന്ന് എക്സ് ആക്സിലേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ 4ലും വൈ ആക്സിലേക്ക് വരയ്ക്കുന്നത് ഇവിടെ 1 ഉണ്ടാകും, ഇവിടെ 2 ആണ്, ഇവിടെ 3 ആണ്, ഇവിടെ 4 ആണ്, ഇവിടെ 5 ആണ്, 6 ആണ്. 6ലും നിൽക്കുന്നുണ്ട്. ഓക്കെ, സോ അങ്ങനെ ആവുന്ന സമയത്ത് പിയുടെ കോർഡിനേറ്റ് 4,6 ആയിരിക്കും. എ ആസ് ദി ഒറിജിൻ എന്നല്ല നമ്മോട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ടേക്കിംഗ് എ ആസ് ദി ഒറിജിൻ. സോ പി എന്ന് പറയുന്നത് 4,6 ഇസ് ദി കറക്റ്റ് ആൻസർ. ഓക്കെ, 4,6 ആയിരിക്കും ഉണ്ടാവുക. ദാറ്റ് ഈസ് ഓപ്ഷൻ എ ഇസ് ദി കറക്റ്റ് ആൻസർ. What will be the coordinate of R if C is the origin? C ആണ് ഒറിജിൻ എങ്കിൽ ആറിൻ്റെ കോർഡിനേറ്റ് എന്തായിരിക്കും എന്നതാണ്. C ആണ് ഒറിജിൻ എങ്കിൽ ഇത് താഴത്തേക്കുള്ള പാർട്ടാണ്. അതായത് ഇങ്ങനെ എക്സ് ആക്സും ഇങ്ങനെ വൈ ആക്സും പോവും. അപ്പോൾ ഇത് -1, ദിസ് ഇസ് -1, ദിസ് ഇസ് -2, -3, -4, -5 എങ്ങനെ ഉണ്ടാവും. ഇത് നെഗറ്റീവ് സൈഡാണ്. -1, -2, -3, -4, -5, -6, -7, -8, -9, -10 etc. സോ ആറിൻ്റെ എക്സ് കോർഡിനേറ്റ് -10ഉം വൈ കോർഡിനേറ്റ് എന്ന് പറയുന്നത് -3യുമാണ്. -10, -3 is the coordinate. Okay, -10, -3 is the coordinate of R. Okay, -10, -3. ഇവിടെ ഓപ്ഷൻ അത് കാണുന്നില്ല. ഓക്കെ, ആർ സി ആണ് നമ്മുടെ ഒറിജിൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഓപ്ഷനിൽ -10, -3 ആണ്. -10, -3 തൽക്കാലം നമുക്ക് ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് -10, -3 എന്ന് പറയാം. സോ ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. സി ആണ് ഒറിജിൻ എങ്കിൽ നമുക്കെന്ന് വെച്ചാൽ ഇത് ആക്ച്വലി തേർഡ് ക്വാഡ്രൻ്റ് ആണ് വരിക. ഒരു പക്ഷേ ഓപ്ഷൻ ഇട്ടപ്പോൾ അവർ ഫസ്റ്റ് ക്വാഡ്രൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്തായിരിക്കാം. മൈൻഡ് ചെയ്യേണ്ട. ഓക്കെ, നെക്സ്റ്റ്, വാട്ട് വിൽ ബി ദ കോർഡിനേറ്റ് ഓഫ് ക്യൂ ഇഫ് സി ആസ് ദി ഒറിജിൻ? ഓക്കെ, ക്യൂവിൻ്റെ കോർഡിനേറ്റ് ആണ് നെക്സ്റ്റ് ചോദിച്ചിട്ടുള്ളത്. ക്യൂവിൻ്റെ കോർഡിനേറ്റ് കാണുമ്പോൾ നേരെ എക്സ് ആക്സസിലേക്ക് നമ്മളൊരു പെർപെൻഡിക്കുലർ വരച്ചാൽ ഇത് ഇവിടെ മീറ്റ് ചെയ്യും. ഇതാണ് -10, ഇത് -11, ഇത് -12, ഇത് -13. സോ ദിസ് ഇസ് -13. വൈ ആക്സസിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരച്ചു കഴിഞ്ഞാൽ ഇവിടുന്ന് കൃത്യമായിട്ട് മീറ്റ് ചെയ്യൽ ഇവിടേക്കാണ്. ദാറ്റ് ഈസ് -6. സോ -13, -6 ഈസ് ദ കറക്റ്റ് ആൻസർ. നിങ്ങൾക്കാകുമ്പോൾ കറക്റ്റായിട്ട് എന്ത് ചെയ്താൽ മതി, സ്കെയിൽ വെച്ച് നോക്കിയാൽ മതി. ഓക്കെ, -13, -6 ആണ്. ഇതിൽ നേരത്തെ പോലെ തന്നെ ഇവിടെയും ഓപ്ഷൻ കാണുന്നില്ല. പിന്നെയും ഒരു ഓപ്ഷന് ചാൻസ് ഉള്ളത് ഇയാളാണ്. ഓക്കെ, -13, -6 ഞാൻ ഓപ്ഷൻ കറക്റ്റ് ആക്കി കൊടുത്തിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ്, കാൽക്കുലേറ്റ് ദി ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ ഇഫ് എ ഇസ് ദി ഒറിജിൻ. ഓക്കെ, ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ ആണ്. നമുക്ക് തൽക്കാലം ആ ടോപ്പിക്ക് നമുക്ക് വേണ്ട ഈ ഒരു എക്സാമിലേക്ക്. സോ നമുക്ക് തൽക്കാലം ഒഴിവാക്കാം. Now we can go to the next question. Look at this. Karan went to the lab near to his home COVID-19 test along with his family member. The seats in the waiting area were as per the norm of the distancing during the pandemic as shown in the given figure. His family member took their seats surrounded by the circular do area എന്നാണ് പറഞ്ഞിട്ടുള്ളത്. Okay, surrounded by the circular do area. Consider A as the origin. What is the coordinate of A എന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. എന്റെ കോർഡിനേറ്റ് എന്താണെന്നല്ല. എ ഒറിജിൻ ആണെങ്കിൽ എന്റെ കോർഡിനേറ്റ് 0, 0 ആണ് നമുക്കറിയാം. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ നീന, ദാറ്റ് മീൻസ് N, ആൻഡ് കരൺ K. നീനയും കരണും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ട് നീനയുടെ, അതായത് N-ന്റെ കോർഡിനേറ്റ് നമുക്ക് ഫൈൻഡ് ചെയ്യാം.
n-ന്റെ കോർഡിനേറ്റ് എന്ന് പറയുന്നത് നീനയുടെ കോർഡിനേറ്റ് എന്ന് പറയുന്നത് എക്സ് കോർഡിനേറ്റ് ഇസ് 3 ആൻഡ് വൈ കോർഡിനേറ്റ് ഇസ് 6, അതായത് 3,6 ആണ്. കരണിന്റെ കോർഡിനേറ്റ് എന്ന് പറയുന്നത് എക്സ് കോർഡിനേറ്റ് ഇസ് 6 ആൻഡ് വൈ കോർഡിനേറ്റ് ഇസ് 5, 6,5 ആണ്. സോ ദ ഡിസ്റ്റൻസ് ഇസ് 6 minus 3 whole square. Okay, distance is 6 minus 3 whole square plus 5 minus 6 whole square. 5 minus 6 whole square. That is x2 minus x1 whole square plus y2 minus y1 whole square. 6 minus 3 whole square means 3 square, that is 9. 5 minus 6 is minus 1 square എടുക്കുമ്പോൾ 1. So root 9 plus 1 or root 10. Okay, so root 10 unit, that is option C is the correct answer. Okay, next question. What are the coordinates of the seat of Agash? ആകാശിന്റെ കോർഡിനേറ്റ് എന്നതാണ് ചോദ്യം. ദാറ്റ് ഈസ് 2,3. എക്സ് കോർഡിനേറ്റ് is 2 and y coordinate is 3. So 2,3 is the correct coordinate. So 2,3 option A is the correct answer. What will be the coordinate of the point exactly between Agash A and Binu B where a person can be seated? ആകാശിന്റെയും ബിനുവിന്റെയും കൃത്യം ഇടയിൽ, ഓക്കെ, ഒരാൾ ഇരിക്കുകയാണെങ്കിൽ അയാളുടെ പൊസിഷൻ എന്തായിരിക്കും എന്നാണ് ചോദ്യം. ആകാശ് ഇരിക്കുന്നതും ബിനു ഇരിക്കുന്നതും ഈ ഒരു ഇതാണ്, അവരുടെ മിഡിൽ എന്ന് പറഞ്ഞാൽ ഇതാണ്. സോ ആക്ച്വലി ഹിയർ വി വാണ്ട് ടു ഫൈൻഡ് ദ മിഡ് പോയിന്റ് ഓഫ് എ ആൻഡ് ബി, ആകാശ് ആൻഡ് ബീന. ഓക്കെ, സോ ആകാശിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് 2,3 ആണ്. ഞാൻ ഇതിനെ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് മാറ്റി വരച്ചു. സോ ആകാശ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 2,3 ഇസ് ദ പോയിന്റ്. ബീന എന്ന് പറയുന്നത് 5,2. ഓക്കെ, ബി എന്ന് പറയുന്നത് 5,2. ഇതാണ് y കോർഡിനേറ്റ് ഉള്ളത്. ഓക്കെ, സോറി, ബീനന്റെ കോർഡിനേറ്റ് ഉള്ളത് 5,2. സോ മിഡ് പോയിന്റ് പറയുമ്പോൾ, മിഡ് പോയിന്റ് പറയുന്ന സമയത്ത് 5 plus 2/2, 3 plus 2/2. ഓക്കെ, that is 7/2, 5/2. 7/2 minus 3.5, 5/2 minus 2.5. So 3.5, 2.5. Option A is the correct answer. ഓക്കെ, കൃത്യം മിഡിൽ ആയിട്ട് ഉണ്ടാവുകയാണെങ്കിൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒബ്സർവ് ദി ഗിവൺ പിക്ചർ which shows a star shaped on a Cartesian plane. Answer the following questions. ഇവിടെ ഒരു സ്റ്റാർ കാണാം. ഓക്കെ, വാട്ട് ആർ ദി കോർഡിനേറ്റ് ഓഫ് ദി പോയിന്റ് പി എന്നാണ് ചോദ്യം. പിന്റെ കോർഡിനേറ്റ് എന്താണെന്നുള്ളത്. ഓക്കെ, പിന്റെ കോർഡിനേറ്റ് എന്ന് പറയുന്നത് എക്സ് കോർഡിനേറ്റ് 1 വൈ കോർഡിനേറ്റ് 6 ആണ്. ദാറ്റ് ഈസ് 1,6. സോ 1,6 ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ്, വാട്ട് is not true for the point P, Q, R and S എന്നാണ് ചോദ്യം. പോയിന്റ് P, Q, R, S are collinear. P, Q, R, S are collinear. അത് ട്രൂ ആണ്. നോട്ട് ട്രൂ ആണ് ചോദിച്ചത്. കോർഡിനേറ്റ് ഓഫ് ദി പോയിന്റ് P, Q, R, S are same. ഓർഡിനേറ്റ്സ് മീൻസ് എക്സ്. ഓക്കെ, സോ എക്സ് സെയിം ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതും ശരിയാണ്. നെക്സ്റ്റ്, പി എസ് ഇസ് ഈക്വൽ ടു 6 യൂണിറ്റ്. പി എസ്, ഓക്കെ, പി എസ് എന്ന് പറയുന്നത് എസിന്റെ കോർഡിനേറ്റ് എന്ന് പറയുന്നത് 6, എക്സ് ഇത് 6,6 ആണ്. എക്സ് കോർഡിനേറ്റ് 1 ആണ് പിൻ്റെത്, ഇയാളുടേത് എക്സ് കോർഡിനേറ്റ് 6 ആണ്. 1ൽ നിന്ന് 6ലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 5 യൂണിറ്റ് ആണ്. പക്ഷെ ഇവിടെ പോലും പറഞ്ഞത് 6 യൂണിറ്റ് ആണെന്നാണ്. സോ ദിസ് ഇസ് റോങ്. ഓക്കെ, സോ റോങ് കിട്ടിയത് ഓപ്ഷൻ സി. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പി ആൻഡ് ക്യൂ എന്നാണ്. പിയും ക്യൂവും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്താണെന്ന്. ഓക്കെ, ക്യൂ എന്ന് പറയുന്നത് ഈ പോയിന്റ് ആണ്. ക്യൂ എന്ന് പറയുന്നത് ഈ പോയിന്റ് ആണ്. ഓക്കെ, ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ ഡിസ്റ്റൻസിന് സെയിം ആണ് അല്ലേ? ഈ ഡിസ്റ്റൻസിന് സെയിം ആണ്. ഈ ഡിസ്റ്റൻസ് 2 യൂണിറ്റ് ആണ്. സോ ഹിയർ ദിസ് ഇസ് 2 യൂണിറ്റ്. ഓപ്ഷൻ ബി ഇസ് ദി കറക്റ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ ക്വസ്റ്റ്യൻ ഉണ്ട്. വാട്ട് വിൽ ബി ദ കോർഡിനേറ്റ് ഓഫ് ദി പോയിന്റ് എക്സാക്ട്ലി ബിറ്റ്വീൻ പി ആൻഡ് എസ് എന്നാണ് ചോദ്യം. പിന്റെയും എസിന്റെയും ഇടയിലുള്ള കൃത്യം മിഡിലുള്ള പോയിന്റ് എന്താ? അത് നമുക്ക് നേരെ നോക്കി പറയാവുന്നുള്ളൂ. മിഡ് പോയിന്റ് വെച്ചിട്ടും പറയാം, അല്ലെങ്കിൽ നേരെ നോക്കിയും പറയാം. 1ന്റെയും 6ന്റെയും വൈ കോർഡിനേറ്റിന് ചേഞ്ച് ഇല്ലല്ലോ. സോ 1ന്റെയും 6ന്റെയും കൃത്യം നടുവിലുണ്ടാവല് 5 യൂണിറ്റ് ആണ്. അപ്പോൾ 2.5 കയറി കഴിഞ്ഞാൽ 1 + 2.5 ദാറ്റ് ഈസ് 3.5, 6 ആയിരിക്കും കൃത്യം പിയുടെയും എസിന്റെയും മിഡ് പോയിന്റ് ഉണ്ടാവുക. അല്ലെങ്കിൽ x1 + x2/2, 1 + 6 7, 7/2 ദാറ്റ് ഈസ് 3.5, 6 + 6 12, 12/2 ദാറ്റ് ഈസ് 6. സോ 3.5, 6 ആയിരിക്കും കറക്റ്റ് ആൻസർ ഉണ്ടാവുക. 3.5, 6 ദാറ്റ് ഈസ് ഓപ്ഷൻ ബി ഇസ് ദി കറക്റ്റ് ആൻസർ. ഓക്കെ, എക്സ്പാൻഷൻ ഉള്ളത് മൈൻഡ് ചെയ്യേണ്ട. ദ മിഡ് പോയിന്റ് ഓഫ് ദി ലൈൻ സെഗ്മെന്റ് പി ക്യൂ ഡിവൈഡ്സ് ഇറ്റ് ഇൻ ദ റേഷ്യോ. ഓക്കെ, മിഡ് പോയിന്റ് എന്ന് പറയുന്നത് എപ്പോഴും ഇറ്റ് ഇൻ ദ റേഷ്യോ.
ഓക്കെ, മിഡ് പോയിന്റ് എന്ന് പറയുന്നത് എപ്പോഴും എന്ത് ചെയ്യും, 1:1 കട്ട് ചെയ്യും. അതുകൊണ്ട് മിഡ് പോയിന്റിന്റെ റേഷ്യോ എന്ന് പറയുന്നത്, മിഡ് പോയിന്റ് കട്ട് ചെയ്യുന്ന റേഷ്യോ എന്ന് പറയുന്നത് 1:1 ആണ്. വേറെ ഒന്നും ഇൻഫർമേഷൻ നമുക്ക് അതിൽ ആവശ്യമല്ല. ഓക്കെ, നൗ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫ്രം ഇറ്റ്സ് അഗെയിൻ അസേഷൻ ആൻഡ് റീസണിംഗ് ടൈപ്പ് ക്വസ്റ്റ്യൻ. സ്റ്റുഡൻസ് ഓഫ് എ സ്കൂൾ മെയ്ഡ് എ മാത്തമാറ്റിക്കൽ മോഡൽ ഓഫ് എ റോക്കറ്റ് ആസ് ഷോൺ ഇൻ ദ ഫിഗർ ബിലോ. റോക്കറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ദ കോർഡിനേറ്റ് ഓഫ് ദ പോയിന്റ് ബി ആർ, ബിയുടെ കോർഡിനേറ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. ബിയുടെ എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് 3ഉം വൈ കോർഡിനേറ്റ് 7ഉമാണ്. സോ 3,7 ഈസ് ദി കറക്റ്റ് ആൻസർ. 3,7. ഓക്കെ, നെക്സ്റ്റ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പോയിന്റ് ഇ ആൻഡ് എഫ്. ഇയും എഫും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഇ ഉണ്ട് ഇവിടെ, എഫ് അവിടെ പോയി. ഓക്കെ, ലെറ്റ് ദിസ് ഇസ് എ ബി സി ഡി ഇ എഫ് ഇതായിരിക്കുമെന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നു. ഇവിടെ ഒരു മാർക്ക് ചെയ്തതിൽ വ്യത്യാസമുണ്ട്, എഫ് തന്നിരിക്കുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇയുടെ കോർഡിനേറ്റ് എന്ന് പറയുന്നത് എക്സ് കോർഡിനേറ്റ് 6 ആൻഡ് വൈ കോർഡിനേറ്റ് 3. സോ 6,3. എഫിന്റെ കോർഡിനേറ്റ് എന്ന് പറയുന്നത് എക്സ് കോർഡിനേറ്റ് 2 ആണ്, വൈ കോർഡിനേറ്റ് 1 ആണ്. സോ 2,1. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഡിസ്റ്റൻസ് ഫോർമുല വെച്ച് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ x2 - x1 whole square, 6 - 2 whole square means 4 square, plus y2 - y1 whole square, 3 - 1 whole square means 2 square, root. So root 16 plus 4, that is root 20 is the distance between E and F. Okay, F ഇതാണ് പോയിന്റ് എങ്കിൽ root 20. ഓക്കെ, root 20. അപ്പോൾ അതല്ല പോയിന്റ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എഫ് ഇയാളായിരിക്കും, ഇതായിരിക്കും ഉണ്ടാവുക. 7,1 ആണ്. ഓക്കെ, സോ ഞാൻ എഫിന് ഞാൻ എന്ത് ചെയ്തു, ഇതല്ല ഞാൻ എഫ് കൊടുക്കുന്നത്, ഇത് ജിനെ കൊടുത്തു, ഇവനാണ് എഫ് കൊടുക്കുന്നത്. ഓക്കെ, ദിസ് ഇസ് 7,1. 7,1. സോ അങ്ങനെയാണെങ്കിൽ ഡിസ്റ്റൻസ് ഫോമിൽ അപ്ലൈ ആണെങ്കിൽ 7 - 6 1 square, 1 - 3 -2 square. സർ ഈസ് 4 + 1 root 5 ആയിരിക്കും ഉണ്ടാവുക. സോ root 5 വരുന്നത് ദാറ്റ് ഈസ് ഓപ്ഷൻ ഡി ഈസ് ദി കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ഡി ആണ് root 5 വരുന്നുള്ളത്. നെക്സ്റ്റ് ദ വിഡ്ത്ത് ഡി ഇ ഓഫ് ദി റെക്ടാങ്കുലർ ബി സി ഇ ഡി ഈസ്. അതായത് ഡി ഇയുടെ ലെങ്ത് ആണ് ചോദിച്ചിട്ടുള്ളത്. ഡി ഇ ഈ വിഡ്ത്ത് നോക്കുമ്പോൾ എക്സ് ആക്സിസിന് പാരലൽ ആയതുകൊണ്ട് അത് കാണാൻ ഡിസ്റ്റൻസ് ഫോർമുലൻ്റെ ആവശ്യമില്ല. ഈ വിഡ്ത്ത് എന്ന് പറയുന്നത് ആക്ച്വലി ദിസ് ഇസ് ഈക്വൽ ടു ദ വിഡ്ത്ത് ദിസ് വൺ. ഓക്കെ, ഈ വിഡ്ത്തിന് ഈക്വലാണ്. ഈ വിഡ്ത്ത് എന്താ 3 to 6, അതായത് 3 യൂണിറ്റ്. 3 യൂണിറ്റ് ആണ് വിഡ്ത്ത് ഉണ്ടാവുക. ഓക്കെ, സോ ദാറ്റ് ഈസ് 3 യൂണിറ്റ്. ഓപ്ഷൻ ബി ഈസ് ദി കറക്റ്റ് ആൻസർ. 3 യൂണിറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ പോയിന്റ് ഓൺ ദി എക്സ് ആക്സസ് വിച്ച് ഇസ് ഇക്വിഡിസ്റ്റന്റ് ഫ്രം ദി ബോത്ത് ജി ആൻഡ് എഫ് ഈസ്. ജിയിൽ നിന്നും എഫിൽ നിന്നും ഇക്വിഡിസ്റ്റന്റ് ആയിട്ടുള്ള പോയിന്റ് എക്സ് ആക്സിസിൽ, ഇതാണ് എഫ്. ഈ 2 പോയിന്റിൽ നിന്നും ഇക്വിഡിസ്റ്റന്റ് ആയിട്ടുള്ള പോയിന്റ്. ഓക്കെ, അത് നമുക്ക് ജസ്റ്റ് ലോജിക്കലി പറയാവുന്നതേ ഉള്ളൂ. ജിയുടെയും എഫിൻ്റെയും മിഡ് പോയിന്റ് എടുത്ത് നോക്കുക, അതിന് നേരെ എക്സ് കോർഡിനേറ്റ് ആയിരിക്കും ആ പോയിന്റ് ഉണ്ടാവുക. അപ്പോഴാണ് ഈ ഡിസ്റ്റൻസും ഈക്വൽ ആവുക. ഓക്കെ, ജിയുടെയും എഫിൻ്റെയും മിഡ് പോയിന്റ് എന്നുണ്ടാവുക 2ഉം 7ഉം ആണ്. എന്ന് പറഞ്ഞാൽ 2വിൽ നിന്ന് ഒരു എന്ത് ചെയ്യുക, 2 + 7/2 എന്ന് പറയുമ്പോൾ 9/2, ദാറ്റ് ഈസ് 4.5. 4.5, വൈ കോർഡിനേറ്റ് ഈസ് 1. ഇതാണ് പോയിന്റ്. അതിനെ കറസ്പോണ്ടിങ് എക്സ് കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ 4.5, 0 ആയിരിക്കും ഉണ്ടാവുക. സിംപ്ലി ലോജിക്കലി പറയാവുന്നേ ഉള്ളൂ. 4.5, 0, ദാറ്റ് ഈസ് ഓപ്ഷൻ എ ഈസ് ദി കറക്റ്റ് ആൻസർ. ഓക്കെ, ദ ടൈപ്പ് ഓഫ് ട്രയാങ്കിൾ എ ബി സി ഈസ് എന്നാണ് നമ്മളോട് അടുത്ത ചോദ്യം. അത് നിങ്ങൾക്ക് ഞാൻ ഹോംവർക്ക് ആയിട്ടും നൽകുന്നു. ഒന്നൊറ്റയ്ക്ക് ട്രൈ നോക്കുക. എ ബി സി എന്ന് പറയുന്നത് ഏത് ടൈപ്പ് ട്രയാങ്കിൾ ആണെന്നാണ് ചോദ്യം. എ ബി സി ആ 3 പോയിന്റ് വെച്ചോണ്ട് ഡിസ്റ്റൻസ് ഫോർമുല വെച്ചുകൊണ്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഒന്ന് ട്രൈ നോക്കുക. സോ ഇത്രയുമാണ് ഞാൻ കോർഡിനേറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് ഞാൻ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നുള്ളത്. ഓക്കെ, അസർഷൻ ആൻഡ് റീസണിങ്ങും ഡയറക്റ്റ് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യനും അതേപോലെ തന്നെ കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. എല്ലാവർക്കും നല്ല ഒരു വിജയം ആശംസിക്കുന്നു. അപ്പം പരമാവധി കുട്ടികളിലേക്ക് ഇത് ഷെയർ ചെയ്യുകയും ചെയ്യാം. ഓക്കെ, സോ ദാറ്റ്സ് എനഫ്. താങ്ക് യു ഓൾ.